നമസ്കാരം. സമാധാനം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന്റെ തീയിൽ ലോകത്തെ തള്ളിവിടുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വീണ്ടും മാറുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരു വശത്ത് ഖത്തറിൽ സമാധാന ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം എത്തുമ്പോൾ മറുവശത്ത് അമേരിക്കൻ സൈനികാക്രമണങ്ങളും ഭീഷണികളും തുടരുകയാണ്. ലോകം ഇന്ന് ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ശരിക്കും സമാധാനമാണോ ട്രംപിന് വേണ്ടത്, അതോ തന്റെ രാഷ്ട്രീയ അജണ്ടകൾക്കായി പശ്ചിമേഷ്യയെ വീണ്ടും അഗ്നിക്കിരയാക്കുകയാണോ? 3 മാസമായി നടക്കുന്ന പശ്ചിമേഷ്യ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US സർക്കാർ വ്യത്യസ്ത പ്രസ്താവനകൾ നടത്തവേ ഇറാൻ പ്രതിനിധി സംഘം ഖത്തർ സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ഇതിനിടെയാണ് US ദക്ഷിണ ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനിയൻ സേനയുടെ ഭീഷണികളിൽ നിന്ന് US സൈന്യത്തെ സംരക്ഷിക്കുന്നതിനായി സ്വയം പ്രതിരോധ ആക്രമണമാണ് നടത്തിയത് എന്നതാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആക്രമണം ചർച്ചകളെ തടസ്സപ്പെടുത്തിയേക്കുമെന്നാണ് ആശങ്ക ഉയർന്നിട്ടുള്ളത്. US-ഉമായുള്ള ചർച്ചയിൽ ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, കേന്ദ്ര ബാങ്ക് ഗവർണർ അബ്ദുൾ നാസർ ഹമാദി എന്നിവരാണ് ഖത്തറിലെത്തിയ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഖത്തർ പ്രതിനിധി സംഘം ഇറാൻ സന്ദർശിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുകൾ മരവിപ്പിച്ചിരിക്കുന്നത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായിരുന്നു ഇതെന്നാണ് വിവരം. സമാധാന ചർച്ചകളിലെ പ്രധാന വിഷയമാണിത്. അതിനിടെ അമേരിക്ക ഒന്നുകിൽ ഇറാനുമായി മികച്ച കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തെ മറ്റൊരു വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ പറഞ്ഞിരുന്നു. ഇറാനെതിരെ ബദൽ മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിന് മുൻപായി എല്ലാത്തരം നയതന്ത്ര ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞുവെച്ചു. ഇറാനുമായുള്ള കരാറിന് അന്തിമ രൂപമാകുന്നു എന്നറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് തിടുക്കപ്പെട്ട് കരാർ ഉണ്ടാക്കേണ്ട എന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെയാണ് റൂബിയോയുടെ പ്രസ്താവന. അതേസമയം പല വിഷയത്തിലും സമവായത്തിൽ എത്തിയെന്നും എന്നാൽ അതിനർത്ഥം തങ്ങൾ കരാർ ഒപ്പിടുന്നതിന് അടുത്തെത്തിയെന്നല്ല എന്നും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. പരിഗണനയിലുള്ള 14 വ്യവസ്ഥകൾ അടങ്ങിയ ധാരണാപത്രം യുദ്ധവും ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും അവസാനിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഹോർമൂസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള നടപടികൾ ഇറാൻ സ്വീകരിക്കുന്നതിന് പകരമായാണിതെന്ന് ബഖായി പറഞ്ഞു വെച്ചിരുന്നു. നിലവിലെ ചർച്ചകൾ ആണവ വിഷയത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല എന്നും കരടു കരാറിന്റെ രൂപരേഖയായതിനു ശേഷമുള്ള 60 ദിവസത്തിനുള്ളിൽ ആണവ ചർച്ച നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ശനിയാഴ്ച ട്രംപ് നടത്തിയ പ്രസ്താവനയാണ് വെടിനിർത്തൽ ആസന്നമാണെന്ന പ്രതീക്ഷ നാമ്പിടാൻ കാരണം. ഹോർമൂസ് തുറക്കുന്നതിന് അവസരമൊരുക്കിക്കൊണ്ടുള്ള സമാധാന ഉടമ്പടിയുടെ കാര്യത്തിൽ ഇറാനും US-ഉം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും സംബന്ധിച്ച വ്യവസ്ഥകളില്ല എന്നും ബഖായി പറഞ്ഞു. യുദ്ധവും സമാധാനവും ഒരുമിച്ച് കളിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ട്രംപ് തുടരുന്നതെന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഈ യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കു തന്നെയാണ്. എണ്ണവിലകളിലെ അസ്ഥിരത, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനുള്ള ചെലവ്, ലോകവ്യാപകമായ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എല്ലാം അമേരിക്കൻ ജനതയുടെ മേൽ തിരിച്ചടിയാവുകയാണ്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ശക്തനായ നേതാവെന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ട്രംപ് നടത്തുന്നതെന്ന് വിമർശകർ പറയുന്നുണ്ട്. അതിലുപരി ഇസ്രയേലുമായുള്ള ട്രംപിന്റെ അടുപ്പവും ഇപ്പോൾ വലിയ ചർച്ചയാണ്. ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഇസ്രയേൽ സർക്കാരിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഇറാനെതിരായ സമ്മർദ്ദം ശക്തമാക്കുന്നതെന്ന ആരോപണം ശക്തമാവുകയാണ്. അബ്രഹാം അക്കോർഡ്സിലേക്ക് കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ച് കൊണ്ടുവരാനുള്ള ട്രംപിന്റെ ശ്രമവും അതിന്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. യുദ്ധം തുടർന്നാൽ പശ്ചിമേഷ്യയിൽ പുതിയ തലമുറയുടെ തീവ്രവാദവും അസ്ഥിരതയും ഉയർന്നു വരും. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പ്രതിസന്ധിയിലായാൽ ലോക സാമ്പത്തിക വ്യവസ്ഥ തന്നെ കുലുങ്ങും. അതിനാൽ സമാധാന ചർച്ചകൾ വിജയിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. പക്ഷെ അതിന് ആദ്യം വേണ്ടത് ഭീഷണിയുടെ രാഷ്ട്രീയം അവസാനിക്കുകയാണ്. ഇന്ന് ട്രംപ് തെളിയിക്കേണ്ടത് ഒരു കാര്യമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ സമാധാന ദൂതനാണോ അതോ യുദ്ധം രാഷ്ട്രീയ ആയുധമാക്കുന്ന ശകുനിയാണോ എന്ന്. ലോകം അതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്.